ഇന്ന് നമുക്ക് ഇത്തിരി ഉണക്കപ്പള്ളത്തി കറി വെച്ചാലോ? കറിയല്ല കേട്ടോ, സോറി, വറുത്താലോ? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ഉണക്കപ്പള്ളത്തി ആണേലും ഉണക്കമീനാണേലും ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ആക്ച്വലി കോട്ടയത്തു നിന്നാണ്, എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി എറണാകുളത്തു നിന്ന്. അപ്പോൾ രണ്ടുപേരുടെയും സ്റ്റൈലുകൾ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി കുഞ്ഞുള്ളി ഇടിച്ചിട്ട് അതൊന്ന് വഴറ്റി പാകാകുമ്പോഴേക്കും നമ്മുടെ ഉണക്കപ്പള്ളത്തി അതിനകത്തേക്ക് ഇടും. അത് ഒരു 10 മിനിറ്റ് വെള്ളത്തിയിട്ട് കഴുകിയിട്ടെടുത്തതാണേ. എന്നിട്ട് അതൊരു ശകലം കുക്കാകുമ്പോഴേക്കും പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഒന്നിളക്കി. കുറേ ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അധികം ഇളക്കി മറിക്കാറില്ല. പിന്നെ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കരിവേപ്പില ഇട്ട് കുറച്ച് നേരം ഇളക്കും. കുറച്ച് മുളക് പൊടി കൂടി ഇടും കേട്ടോ. മുളക് പൊടി ഞാൻ ആക്ച്വലി ഇറക്കാറാകുമ്പോഴേ എടുക്കാറുള്ളൂ. കാരണം ഇത് കാസ്റ്റ് അയണിൻ്റെ പാനായതുകൊണ്ട് പെട്ടെന്ന് ചൂട് ഭയങ്കര പിടിക്കും കേട്ടോ. അല്ലാത്ത പാനാണെങ്കിലും നമ്മൾ മുളക് പൊടി ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നല്ലേ പറയുന്നത്. പിന്നെ നമ്മുടെ പിള്ളേർക്ക് മുളക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കറികളിലൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും വളരെ കുറവാണ് മുളക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ കഴിച്ച് എനിക്കും അങ്ങനെയാണ്. മുളകൊന്നും അധികം കഴിക്കാൻ വലിയ താല്പര്യമില്ല. കറിവേപ്പില വരെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ തിന്നണം. ചോറിനാകുന്നതിന് മുമ്പ് ഞാൻ തിന്നു തീർക്കും തോന്നുന്നു.